ഒരു 5000-5500 രൂപ ചിലവിൽ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു സിനിമാ തിയേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രൊജക്ടറിനെ പറ്റിയാണ് എന്നുള്ളത്. ബേസിക്കലി ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊജക്ടറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, എങ്ങനെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുക, എങ്ങനെ നമ്മുടെ മൊബൈലിലോട്ട് കണക്ട് ചെയ്യുക, പിന്നെ എങ്ങനെ വീട്ടിലെ സെറ്റ് ഓഫ് ബോക്സിലോട്ട് കണക്ട് ചെയ്യാം, ഇതൊക്കെ ഞാൻ പറയുന്നതാണ്. ഇതുകൂടാതെ ഈ ഒരു പ്രൊജക്ടറിന് യൂസ് ചെയ്യാൻ പറ്റിയ സ്ക്രീൻ ഏതാണ്, പിന്നെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റിയ സ്പീക്കേഴ്സ് ഏതാണ്, ഇതും കൂടിയൊക്കെ പറയുന്നതായിരിക്കും. യുണീക്ക് എന്നുള്ളൊരു കമ്പനിയുടെ uc46 എന്നുള്ളൊരു പ്രൊജക്ടറാണിത്. ഞാനിത് മേടിക്കുന്നത് 2017 ജനുവരിയിലൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം 1 കൊല്ലവും 10 മാസവുമായി. ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ മേടിക്കുന്ന ടൈമിൽ ഇതിൻ്റെ വില 5000 രൂപയുടെ അടുത്തായിരുന്നു. 5000 രൂപയുടെ അടുത്ത്. നമുക്ക് ഈ ബോക്സ് നോക്കിയാൽ കാണാം, ഈ ഒരു പ്രൊജക്ടർ വരുന്നത്, പ്രൊജക്ടറിൻ്റെ ബ്രൈറ്റ്നെസ് വരുന്നത് 1200 ലൂമൻസ് ആണ്. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 800x480. നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ ഫുൾ HD റെസൊല്യൂഷനിലുള്ള വീഡിയോസ് വരെ പ്ലേ ചെയ്യാം. പിന്നെ കമ്പനി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലാമ്പ് ലൈഫ് 20000 മണിക്കൂറാണ്. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 2 മണിക്കൂർ ഡെയിലി വീഡിയോ പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 3 കൊല്ലം വരെ കിട്ടും. നമ്മൾ ഡെയിലി ഒന്നും ഇത് യൂസ് ചെയ്യില്ല, അത് വേറെ കാര്യം. നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു പ്രൊജക്ടറിൻ്റെ കീസൊക്കെ വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു കീസൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ സുഖമാണ്, ഞെക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് എടുത്താൽ നമുക്ക് കാണാം, ഇവിടെ ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഇപ്പുറത്തായിട്ട് ഒരു HDMI കേബിൾ ഉണ്ട്. ഈ ഒരു HDMI കേബിൾ വഴി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യാം. പിന്നെ TV സെറ്റ് ഓഫ് ബോക്സിലോട്ടൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അതിൻ്റെ താഴെ ഒരു USB സ്ലോട്ട് വരുന്നുണ്ട്. ഇതുവഴി നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു USB സ്ലോട്ടും കൂടി ഉണ്ട്. ഈ ഒരു USB സ്ലോട്ട് വഴി നമുക്ക് USB കണക്ട് ചെയ്ത് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഒരു പോർട്ട് ഉണ്ട്. ഈ ഒരു പോർട്ട് വഴി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ സൈഡിൽ ജസ്റ്റ് പവർ കോഡിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് ജസ്റ്റ് ആ ഗ്ലാസ് മാത്രം, പ്രൊജക്ടറിൻ്റെ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. പിന്നെ മുകൾ ഭാഗം നോക്കിയാൽ നമുക്ക് ഈ കീസും ഉണ്ട്. പിന്നെ മുകളിൽ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമുക്ക് ഫോക്കസ് കറക്റ്റ് ആക്കാവുന്നതാണ്. ഇത് നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ അടിഭാഗത്ത് നോക്കിയാൽ നമുക്കൊരു സ്ക്രൂവിൻ്റെ ഒരു ഇത് കാണാം, ഒരു സ്ക്രൂ പോലത്തെ ഒരു ഇത്. ഇത് വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് മൗണ്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറഞ്ഞതൊരു 1200 ലൂമൻ ബ്രൈറ്റ്നെസ് എങ്കിലുള്ള ഒരു പ്രൊജക്ടർ മേടിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു 3000 രൂപയ്ക്കൊക്കെ 800 ലൂമൻ്റെയും 400 ലൂമൻ്റെയും ഒക്കെ ബ്രൈറ്റ്നെസ് ഉള്ള പ്രൊജക്ടർ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊജക്ടറൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നെസ് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം ബെറ്റർ കുറഞ്ഞതൊരു 1200 എങ്കിലുള്ള പ്രൊജക്ടർ മേടിക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്തൊരു കാര്യം, നമുക്കിത് പ്രൊജക്റ്റ് ചെയ്യേണ്ട സ്ക്രീനാണ്. നമുക്ക് സാധാരണ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിലെ ചുമര് തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രീനാണ്. ഇത് മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ചുമര് കിട്ടിയില്ല. ഒന്നുകിൽ വാതിലുണ്ടാവും, അല്ലെങ്കിൽ ജനലുണ്ടാവും. അങ്ങനെ എന്തൊക്കെ പ്രശ്നമായിട്ട് കറക്റ്റ് ഒരു ചുമരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ക്രീൻ മേടിച്ചത്. ഇനി നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പറ്റിയൊരു ചുമര് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ മേടിക്കണം എന്നില്ല, പകരം ഒരു ഫ്ലെക്സ് മേടിച്ചാൽ മതി. ഫ്ലെക്സ് മേടിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ചുമരിലൊന്ന് തൂക്കിയിട്ടാൽ മതി. നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു പ്രൊജക്ടറിൽ ഇൻബിൽഡായിട്ടൊരു സ്പീക്കർ ഉണ്ട്. ആ സ്പീക്കർ എന്ന് പറയുമ്പോൾ വലിയ ലൗഡായിട്ടുള്ള സ്പീക്കറൊന്നുമല്ല, സാധാരണ ഒരു സ്പീക്കർ, നമുക്ക് കേൾക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ സൗണ്ട് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന 3.5 mm ഓഡിയോ ജാക്ക് വഴി പുറത്തൊരു സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ 2.1 സ്പീക്കറോ അല്ലെങ്കിൽ ഇതുപോലുള്ള സൗണ്ട് ബാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ ഒരു സ്പീക്കറാണ്, ഒരു 5.1 സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സൗണ്ട് എഫക്റ്റാണ് ഈ ഒരു സ്പീക്കർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് 3Dയിൽ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 3D ഗ്ലാസസ് മേടിച്ചാൽ മതി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സ്നാപ്ഡീലിലൊക്കെ
ഇതുപോലത്തുള്ള 3D ഗ്ലാസ്സസ് ഉണ്ട്. കുറഞ്ഞ വിലയേ ഉള്ളൂ. 100 രൂപ 200 രൂപ വിലയിലൊക്കെ നമുക്ക് 3D ഗ്ലാസ്സസ് കിട്ടുന്നതാണ്. ഇതുപോലുള്ള ഗ്ലാസ് മേടിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല 3D ഒരു എഫക്റ്റ് തന്നെ സിനിമ കാണാവുന്നതാണ്. തിയേറ്ററിൽ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും എന്നാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. ഇനി നമുക്ക് ഈ പ്രൊജക്ടറിൽ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസിനൊക്കെ ലൈക്ക് അടിച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊജക്ടർ ഓൺ ചെയ്യാം. ഇപ്പോൾ പ്രൊജക്ടർ ബൂട്ടാവാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം പ്രൊജക്ടർ ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോക്കസാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വലിയ ക്ലിയർ ഇല്ല. അങ്ങനെ ക്ലിയർ ഇല്ലാതിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 2 നോബ് തിരിച്ചിട്ട് അതിൻ്റെ ഫോക്കസ് കറക്റ്റ് ആക്കേണ്ടതാണ്. ഫോക്കസ് കയ്യിൽ നിന്ന് മാക്സിമം ക്ലിയർ ആവുന്ന രീതിയിൽ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഫോക്കസ് കുറച്ചൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ പ്രൊജക്ടറിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മൂവീസ് എടുക്കുകയാണ്. അതിൽ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡറിലുള്ളതൊക്കെ പ്ലേ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബോക്സിനും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സൗണ്ടും കൂടി ഉണ്ട് ഇതിന്. വേറൊരു കണക്ടിവിറ്റി ഓപ്ഷൻ വരുന്നത് മെമ്മറി കാർഡാണ്. മെമ്മറി കാർഡും ഏകദേശം വർക്ക് ചെയ്യുന്നത് പെൻ ഡ്രൈവ് പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് HDMI കേബിളാണ്. HDMI കേബിൾ വഴി നമ്മുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ HDMI കേബിൾ വഴി നമ്മുടെ TV-യുടെ സെറ്റ് ഓഫ് ബോക്സ് ഇതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ TV നമുക്കിതിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് HDMI കേബിൾ വഴി ഈ പ്രൊജക്ടറിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ HDMI കേബിൾ എന്ന് പറയുന്നത് 2 സൈഡിലും ഇങ്ങനെ ഒരു കണക്ടർ വരുന്ന ഒരു കേബിളാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്യാണ്. ഞാൻ ഒരു സൈഡ് പ്രൊജക്ടറിലോട്ടും കണക്ട് ചെയ്തു, മറ്റേ സൈഡ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലോട്ടും കണക്ട് ചെയ്യാണ്. കമ്പ്യൂട്ടറിലോട്ടും കണക്ട് ചെയ്തു. ഇനി ഞാൻ പ്രൊജക്ടർ ഓൺ ആക്കുകയാണ്. പ്രൊജക്ടർ ഓൺ ആക്കിയാൽ അപ്പോൾ ബൂട്ടായി വരുന്നുണ്ട്. ബൂട്ടായി വന്നാൽ നമ്മുടെ സാധാരണ ഈ ഒരു സ്ക്രീനിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മെനു നെക്കിയിട്ട് നമ്മളെ USB എന്നുള്ളത് മാറ്റിയിട്ട് HDMI സെലക്ട് ചെയ്യണം. HDMI സെലക്ട് ചെയ്താൽ നമുക്ക് കാണാം ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ. അതേ സാധനം നമുക്ക് നമ്മുടെ പ്രൊജക്ടറിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നോ അത് പ്രൊജക്ടറിൽ കാണാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. ഒരു സിനിമ പ്ലേ ചെയ്യാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 3Dയിൽ സിനിമ കാണാൻ പറ്റുമെന്നുള്ളത്. നമ്മുടെ 3D സിനിമ കാണുന്നതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ 3D സിനിമ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നെറ്റിൽ അങ്ങനെ 3D സിനിമകൾ കുറേ ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ജുറാസിക് പാർക്ക് സിനിമ ഉണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. അത് പ്ലേ ചെയ്തിട്ട്
നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3D ഗ്ലാസ് ഇല്ലേ, അത് വെച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു 3D എഫക്റ്റ് തന്നെ കാണാൻ പറ്റും. സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. ഇപ്പം നമുക്ക് ഈ ഒരു ഷോട്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഒരു റെഡ് കളറൊക്കെ എക്സ്ട്രാ അവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു റെഡ് കളർ എക്സ്ട്രാ ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള റെഡ് കളറിലുള്ള ഭാഗത്തുള്ള എക്സ്ട്രാ ഉള്ളത് നമ്മൾ ആ ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പൊന്തിയിട്ട് കുറച്ച് മുമ്പോട്ടായിട്ടുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു 3D എഫക്റ്റ് വരും. അപ്പോൾ ഇങ്ങനത്തെ സിനിമ ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ നല്ല 3D എഫക്റ്റ് തന്നെ നമുക്ക് സിനിമ കാണാം. തിയേറ്ററിൽ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നല്ലൊരു 3D സിനിമ നമുക്ക് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടി വിയിലെ സെറ്റ് ഓഫ് ബോക്സ് ഇതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സെറ്റ് ഓഫ് ബോക്സ് HD കണക്ഷൻ ആയിരിക്കണം. ഇപ്പോൾ എൻ്റേതിൽ വരുന്നത് എയർടെലിൻ്റെ കണക്ഷനാണ്, അത് HD ബോക്സ് ആണ്. HD കണക്ഷനിൽ മാത്രമാണ് നമുക്ക് കണക്ഷന് ഇങ്ങനെ HDMI കേബിൾ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ HDMI കേബിൾ ഇതിലോട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിലോട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം എയർടെലിൻ്റെ ചാനൽ വന്നിട്ടുണ്ട്. നമുക്ക് ചാനൽ മാറ്റി നോക്കാം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റീചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചാനൽസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റ് ഓഫ് ബോക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് കേബിൾ TV ഇതിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വേണമെങ്കിൽ ഈ ഒരു പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അത് വയറ് വഴിയല്ല കണക്ട് ചെയ്യുന്നത്, അത് വൈഫൈ ഹോട്ട്സ്പോട്ട് വഴിയാണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫോണൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ പ്രൊജക്ടറിൻ്റെ ബോക്സുമേൽ എഴുതിയിരുന്നത് എയർപ്ലേ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. ഞാൻ എയർപ്ലേ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ട്രൈ ചെയ്തു. അതിൽ എനിക്ക് വർക്കായ ഒരു ആപ്ലിക്കേഷൻ തോന്നിയത് ഓൾ കണക്റ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. മൊബൈലുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് കാണാം ഈ USB എന്നൊക്കെ ഉള്ളിടത്ത് ലാസ്റ്റ് ഒരു ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. അപ്പോൾ ഇത് തുറന്നാൽ പിന്നെ ഇതിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ആ ഹോട്ട്സ്പോട്ട് കണക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഓൾ കണക്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷൻ എടുത്താൽ നമ്മുടെ പ്രൊജക്ടറിൻ്റെ വൈഫൈ ലിങ്ക് കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണും പ്രൊജക്ടറുമായിട്ട് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം പ്രൊജക്ടറിൽ ലോഡിങ് കാണിക്കുന്നത്. എന്നിട്ട് അത് പ്രൊജക്ടറിൽ പ്ലേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് പ്ലേ ചെയ്യാം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോൺ വേറെ ആവശ്യത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വാട്സപ്പ് യൂസ് ചെയ്യാനോ ഫേസ്ബുക്ക് യൂസ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോഴും വീഡിയോ പ്ലേ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും.